ഹായ് മക്കളെ, ഞാൻ 2 വർഷം മുമ്പ് നമ്മൾ IIM-ലേക്കുള്ള എൻട്രൻസ് എക്സാം ആയിട്ടുള്ള കാറ്റ് ചുമ്മാ ഒന്ന് എഴുതി നോക്കിയിട്ടുണ്ടായിരുന്നേ. നിങ്ങൾക്കറിയാം കാറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്, CBT. ഞാൻ ആദ്യമായിട്ടാണ് CBT അത്തവണ എഴുതിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ കുറച്ച് അനുഭവങ്ങൾ പറഞ്ഞുതരാം. അതായത് ശരിക്കും എക്സാം ഹാളിൽ കയറുന്ന ആ സമയം മുതൽ പരീക്ഷ തുടങ്ങിയത് മുതൽ എന്താണ് ഒരു ഗെയിമൊക്കെ കളിക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. അതായത് ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യന് ഇപ്പോൾ സംശയമുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ മാർക്ക് ചെയ്യണം, എന്തിന് നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന വേണ്ടി നമുക്കൊരു റഫ് ബുക്ക് തരും. ആ ബുക്ക് എവിടെ കീപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും സൗകര്യം നടക്കാൻ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ആൻഡ് ഏറ്റവും കോമഡി എന്താ വെച്ചാൽ ഏകദേശം പരീക്ഷ കഴിയാറാവുമ്പോഴാണ്, അതുവരെ ഞാനെന്താ വലിയ കാൽക്കുലേഷനൊക്കെ കട്ട് ചെയ്തിട്ട് ഇതാക്കി ഡിവൈഡൊക്കെ ചെയ്തിട്ട് ആൻസർ ചെയ്യുന്നത്. ആൻഡ് പരീക്ഷ കഴിയാനാവുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാറ്റ് എക്സാമിന് ഫ്രീ ആയിട്ട് എന്താണ് കാൽക്കുലേറ്റർ നമുക്ക് ഉപയോഗിക്കായിരുന്നു, ആ എക്സാം സ്ക്രീനിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ലാത്ത സ്കോറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇതൊക്കെ എനിക്ക് ആദ്യമേ മനസ്സിലായിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇതെൻ്റെ രണ്ടാമത്തെ ഒരു അറ്റംപ്റ്റ് ആയിരുന്നെങ്കിൽ എന്താണ് ഉറപ്പായിട്ട് എനിക്കൊരു 10 ചോദ്യമെങ്കിലും എനിക്ക് അഡീഷണൽ ചെയ്യാൻ പറ്റും. എനിക്ക് ഫുൾ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി അങ്ങോട്ട് എന്താണ് വലിയ എൻട്രൻസ് എക്സാമുകൾ എഴുതാൻ പോണ്. ആൻഡ് ആ ഒരു എക്സാമിന് എന്താണ് മോക്ക് ടെസ്റ്റുകളിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. അതായത് നീറ്റിൻ്റെ കുട്ടികൾ ഇവിടെ കാണുന്നത് ഉറപ്പായിട്ട് എന്താണ് നിങ്ങളെ മാർച്ച് കഴിഞ്ഞതിന് ശേഷം എജ്യൂപോർട്ട് കേരളത്തിൽ അങ്ങോളം എന്താണ് എല്ലാ ജില്ലകളും മോക്ക് ടെസ്റ്റ് നടത്തും. ഇവിടെ ഞാനിപ്പോൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ JEE മെയിൻസ് വരികയാണ് ജനുവരി 24 മുതൽ. ആൻഡ് ഒരുപാട് കുട്ടികൾ എന്താണ് ഈ ജനുവരിയിൽ തന്നെ ഫസ്റ്റ് സെഷൻ കമ്പാരിറ്റീവ്ലി അതാണ് വളരെ എളുപ്പമാവാറുള്ള സെഷൻ. ആ സെഷനിൽ എന്താണ് വേഗം എഴുതി നല്ല മിനിമം NIT-യിൽ നല്ലൊരു ബ്രാഞ്ച് ഉറപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്താണ് കേരളത്തിലെ 7 ജില്ലകളിലായിട്ട് നമ്മളൊരു മോക്ക് ടെസ്റ്റ് നടത്താൻ പോവാണ്. ആൻഡ് അതിലെ വിന്നർക്ക് എന്താണ് 1 ലക്ഷം രൂപയാണ് കേട്ടോ. നിങ്ങളാണ് ടോപ്പറെങ്കിൽ 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതായത് എന്താണോ 2023 JEE ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ അതേ UI UX-ലായിരിക്കും, അതേ ഫീലിലായിരിക്കും നിങ്ങൾ പരീക്ഷ ചെയ്താൽ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇത് തന്നെയായിരിക്കും എന്നുണ്ടാവുക നിങ്ങളുടെ 2024 എക്സാം സ്ക്രീൻ ഉണ്ടാവുക. ആൻഡ് ഉറപ്പായിട്ടും നിങ്ങൾ ആദ്യമായിട്ട് JEE മെയിൻസ് ഒറിജിനൽ ടെസ്റ്റ് എഴുതുന്നതിന് മുമ്പ് ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ മിനിമം ഒരു 5 to 10 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് അധികം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ആ ഒരു 5 ക്വസ്റ്റ്യൻ മതി നിങ്ങൾക്ക് NIT കിട്ടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ. അതേപോലെ തന്നെ NIT-യിൽ കമ്പ്യൂട്ടർ സയൻസ് കിട്ടണോ അതോ സിവിൽ എഞ്ചിനീയറിംഗ് കിട്ടണോ എന്ന് തീരുമാനിക്കാൻ പോകുന്നത് അതാണ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ശരിക്കും ഈ ഓരോ എക്സാം സെൻറ്ററുകളും നിങ്ങൾക്ക് എന്താ പറയുക JEE-യുടെ ഒഫീഷ്യൽ സെൻറ്ററുകൾ തന്നെയാണ്. അപ്പം 24-ാം തീയതി മുതൽ ഒരുപക്ഷെ നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാം ഇതേപോലത്തെ സെൻറ്ററുകളായിരിക്കും. ആ റിയൽ സെൻറ്ററുകളിൽ വെച്ചാണ് നമ്മൾ എക്സാം നടത്തുന്നത്. സോ നിങ്ങളൊരു സീരിയസ് ആസ്പിരൻ്റ് ആണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ജനുവരി 24-ന് തന്നെ എന്താ പറയുക ജനുവരി സെഷനിൽ തന്നെ NIT-യിൽ എത്തണം എന്നുള്ളത് ഉറപ്പായിട്ട് എന്ത് ചെയ്യണം ഈ ഒരു എക്സാം സീരീസ് അറ്റൻഡ് ചെയ്യണം. കാരണം ഇത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ്. ഞാൻ പറഞ്ഞില്ല 5 ക്വസ്റ്റ്യൻ തന്നെ, അതായത് മാത്സിലൊരു 4 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 99% മുകളിലാണ്. അപ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് 5 മുതൽ 10 ക്വസ്റ്റ്യൻ വരെ അഡീഷണലി ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ എക്സാം ഒന്ന് പരീക്ഷിച്ചാൽ, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. സോ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഒരിക്കൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വളരെ ക്വിക്കായിട്ട് ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. എന്താണ് കേരളത്തിലെ 7 നഗരങ്ങളിൽ നമ്മൾ ചെയ്യുന്നുണ്ട്, 7 ജില്ലകളിൽ കണ്ണൂരും കോഴിക്കോടും മലപ്പുറത്തും 2 ദിവസങ്ങളിലായിട്ട് ജനുവരി 13, 14 ശനി ഞായർ ദിവസങ്ങളിലായിട്ടുണ്ടാവും. രാവിലെയും സെഷൻ ഉണ്ടാവും, ഉച്ചയ്ക്ക് ശേഷം സെഷൻ ഉണ്ടാവും. എന്താണോ JEE സെഷൻ അതേപോലെ തന്നെയാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, തിരുവനന്തപുരം എന്നീ 4 ജില്ലകളിൽ ജനുവരി 14 ഞായറാഴ്ച മാത്രമാണ്. എന്താണോ JEE-യുടെ ടൈമിംഗ് അതേ ടൈമിങ്ങിൽ അതേപോലെ തന്നെ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ വെച്ച് ഈ സെഷൻസ് അറ്റൻഡ് ചെയ്യുക. ഫസ്റ്റ് സെഷൻ 9:30 മുതൽ 1 മണി വരെയും രണ്ടാമത്തെ സെഷൻ 1:30 മുതൽ 5 മണി വരെയാണ് നിങ്ങളുടെ സെഷൻ്റെ ഡ്യൂറേഷൻ ഉണ്ടാവുക. അതേപോലെ തന്നെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി രജിസ്ട്രേഷൻ ലിങ്ക് ഞാനിത് കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഓർ eduport.app/JEE എന്ന് ചെയ്താൽ മതി. ആൻഡ് അതേപോലെ തന്നെ ചെറിയൊരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്, 200 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. ആ ഒരു സെൻറ്ററിൻ്റെ ചിലവ് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ സെൻറ്ററിന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു എമൗണ്ട് മാത്രമാണ് നിങ്ങളൊരു രജിസ്ട്രേഷൻ ചാർജ് വരുന്നത്. മാത്രമല്ല നിങ്ങൾ എജ്യൂപോർട്ടിൻ്റെ JEE ബാച്ചിലെ പെയ്ഡ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഫീ പേ ചെയ്ത് കഴിഞ്ഞാലും എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് നമ്മൾ റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ. ഫീസിനെ കുറിച്ച് 200 രൂപ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ എമൗണ്ട് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ. സോ ഉറപ്പായിട്ടും ഈ 7 ജില്ലകൾ, ഈ 7 സെൻറ്ററുകൾ നിങ്ങൾക്ക് അടുത്താണെങ്കിൽ വേണേൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഒരു 2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഈ 7 സെൻറ്ററിൽ എവിടെയെങ്കിലും എത്തിപ്പെടാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ജനുവരി 13 അല്ലെങ്കിൽ 14 നിങ്ങൾ ഈ എക്സാം അറ്റൻഡ് ചെയ്യണം. സോ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ജനുവരിയിലെ സെഷൻ കിട്ടണോ വേണ്ടോ എന്നുള്ള ആഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ദാറ്റ്സ് ഇറ്റ്. ബൈ.